ഇന്നലെ രാത്രിയിൽ 12 മണിയോടുകൂടി അതിശക്തമായ മഴയും കാറ്റുമായിരുന്നു. തലവടിയിലാണ് വീടിൻ്റെ മേൽക്കൂര, ഒരു ആസ്പെറ്റോസ് അല്ല ടിൻ ഷീറ്റ് കൊണ്ട് മേൽക്കൂര ഉണ്ടായിരുന്ന വീടാണ്. 2 മണിയോടുകൂടി അതിശക്തമായ കാറ്റുണ്ടാകുകയും മേൽക്കൂര ഒന്നടങ്കം പറന്നു പോവുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും. അതായത് മേൽക്കൂര ഇടാത്തൊരു വീടിൻ്റെ അവസ്ഥയിലാണിപ്പോൾ ആ വീടുള്ളത്. ആ പറന്നു പോവുകയും എന്ന് മാത്രവുമല്ല, അവിടെ ഒരു ചെറിയ വെള്ളക്കെട്ടുണ്ടായ സ്ഥലമാണ് തലവടി പഞ്ചായത്തിലെ. ആ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളപ്പൊക്ക ഭീഷണിയിൽ വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങിയവരുടെ മേൽക്കൂരയാണ് കാറ്റത്ത് പോയത്. സമാനമായ രീതിയിൽ നിരവധി വീടുകൾക്കാണ് ചെറുതായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീഴുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. വെള്ളക്കെട്ട് കൂടുതലായുള്ളത് സാധാരണ നിലയിൽ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവോടുകൂടി വെള്ളക്കെട്ടുണ്ടാകുന്നത് കുട്ടനാട് അപ്പർ കുട്ടനാടൻ മേഖലയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വേഗത്തിൽ പമ്പയുടെയും അച്ചൻകോവിലാറിൻ്റെയും ഒക്കെ തീരങ്ങളിലൊക്കെ വേഗത്തിൽ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സ്ഥിതിവിശേഷമില്ല. മറിച്ച് ജില്ലയുടെ തെക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലുമൊക്കെയാണ് നിലവിൽ വെള്ളക്കെട്ടുള്ളത്. കായംകുളത്ത് വെള്ളക്കെട്ടുണ്ട്. കായംകുളത്ത് വെള്ളക്കെട്ടിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായി പറയുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ്. ദേശീയപാത മുൻപുണ്ടതിനേക്കാൾ ഉയർത്തിയതുകൊണ്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. ഒപ്പം തന്നെ കായംകുളത്തിൻ്റെ കിഴക്കൻ മേഖലയായ കണ്ടല്ലൂർ, കടലിനും കായലിനോടും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കണ്ടല്ലൂർ. അവിടെ ഉൾപ്പെടെ വെള്ളക്കെട്ടുണ്ട്. അവിടെയുള്ള ആളുകൾ പറയുന്നത് ഈ വേലിയേറ്റ സമയമാണ്. അതുകൊണ്ട് ഈ പൊഴി വഴി അല്ലെങ്കിൽ കായംകുളം കായൽ വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നില്ല. അതുകൊണ്ട് വെള്ളക്കെട്ട് നിലവിൽ അവിടെയാണ്. കാരണം ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയിലുണ്ടായ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്നില്ല. അത്തരത്തിൽ മഴ മൂലം ഉണ്ടാകുന്ന കെടുതികളാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ ഒരു മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ തുടങ്ങിയിട്ടില്ല. ശക്തമായ പമ്പയിലും അച്ചൻകോവിലാറ്റിലുമൊക്കെ ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടേക്കുന്നത് കൊണ്ട് അറബിക്കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉള്ളത്. പക്ഷേ ഒരു 9 മണിക്ക് ശേഷം മഴ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 9:30 അത്യാവശ്യം കാര്യമായ രീതിയിൽ തന്നെ മഴ പെയ്തു. ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അന്തരീക്ഷത്തിൽ നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ട് മഴ തുടരാനാണ് സാധ്യത കൂടുതൽ.